ശ്രീമദ് വാത്മീകി രാമായണം 18-ാം ദിവസം. ബാലി സുഗ്രീവ യുദ്ധം. ബലവാനായ മായാവിയെ വധിച്ച ശേഷം ബാലി കിഷ്കിന്ധയിൽ തിരിച്ചെത്തിയപ്പോൾ സുഗ്രീവൻ രാജ്യം ഭരിക്കുകയാണ്. സുഗ്രീവൻ തന്നെ ചതിച്ചുവെന്ന് ബാലി വിശ്വസിച്ചു. കോപം കൊണ്ട് അന്ധനായ ബാലി സുഗ്രീവൻ്റെ മന്ത്രിമാരെ പിടിച്ച് കാരാഗൃഹത്തിലടച്ചു. ആ അവസരത്തിൽ ബാലിയെ വധിക്കാനുള്ള കരുത്ത് സുഗ്രീവനുണ്ടായിരുന്നു എങ്കിലും ജ്യേഷ്ഠനും ഗുരുവുമായതിനാൽ സുഗ്രീവൻ അത് ചെയ്തില്ല. സുഗ്രീവൻ കിരീടം ബാലിയുടെ പാദത്തിൽ വച്ച് നമസ്കരിച്ചു. എങ്കിലും ബാലിയുടെ കോപം അടങ്ങിയില്ല. വാസ്തവത്തിൽ നടന്നത് മറ്റൊന്നാണ്. മായാവിയെ കൊന്ന ശേഷം ബാലി തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ ഗുഹയിലെ വഴികൾ കണ്ടുപിടിക്കാനായില്ല. ദുർഗന്ധപൂരിതമായ ഗുഹയിൽ നിന്ന് തപ്പിത്തടഞ്ഞ് ബാലി ദ്വാരം കണ്ടെത്തിയപ്പോൾ അത് അടച്ചു വച്ചിരിക്കുന്നു. അത് സുഗ്രീവൻ ചെയ്ത ചതിയായി ബാലി കരുതി. കല്ല് മാറ്റി തിരിച്ചെത്തിയ ബാലി സുഗ്രീവൻ്റെ വാക്കുകൾ ഒന്നും കേൾക്കാൻ മനസ്സുവച്ചില്ല. ഒന്നും പറയാൻ കൂടി അനുവദിക്കാതെ ഉടുവസ്ത്രം മാത്രം അനുവദിച്ച് സുഗ്രീവനെ ജ്യേഷ്ഠൻ ആട്ടിപ്പുറത്താക്കി. സുഗ്രീവൻ്റെ പ്രിയപത്നി രുമയെ ബാലി അപഹരിച്ചു. ജ്യേഷ്ഠനെ പേടിച്ച് ദേശദേശാന്തരങ്ങളിൽ അലഞ്ഞ സുഗ്രീവൻ ശേഷിച്ച 4 മന്ത്രിമാരോടൊപ്പം ഋഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ചു. മാതംഗമുനിയുടെ ശാപം നിമിത്തം ഋഷ്യമൂക പർവ്വതത്തിൽ ബാലി കയറുകയില്ല. ദുന്ദുഭിയെ ദ്വന്ദ്വയുദ്ധത്തിൽ വധിച്ച ബാലി ദുന്ദുഭിയുടെ ജഡം വലിച്ചെറിഞ്ഞപ്പോൾ രക്തവും മാംസവും കൊണ്ട് ആശ്രമ പരിസരം മലിനമാക്കിയതിനാലാണ് ഋഷ്യമൂക പർവ്വതത്തിൽ ബാലി കയറിയാൽ ബാലിയുടെ തല പൊട്ടിച്ചിതറുമെന്ന് മഹർഷി ശപിച്ചത്. സഹോദരനുമായി ശത്രുതയിലായ കഥ സുഗ്രീവൻ വിശദമായി തന്നെ രാമനെ പറഞ്ഞു കേൾപ്പിച്ചു. ബാലി കാരണം രാജ്യവും ഭാര്യയും നഷ്ടപ്പെട്ട തനിക്ക് അമേയ ബലശാലിയായ ശ്രീരാമചന്ദ്രൻ അഭയം നൽകണമെന്ന് സുഗ്രീവൻ അപേക്ഷിച്ചു. ശ്രീരാമൻ സുഗ്രീവനോട് വീണ്ടും പറഞ്ഞു, സുഗ്രീവൻ്റെ ധർമ്മപത്നിയെ അപഹരിച്ച ബാലിക്ക് എൻ്റെ കണ്ണിൽപ്പെടുന്നതുവരെ മാത്രമേ ആയുസുള്ളൂ. ആ മഹാപാതകിയെ ഞാൻ നിഗ്രഹിക്കും. ശ്രീരാമചന്ദ്രൻ്റെ നിത്യനിഷ്ഠമായ വാക്കുകൾ കേട്ട് സുഗ്രീവൻ സംതൃപ്തനായെങ്കിലും ബാലിയുടെ വീരപരാക്രമങ്ങൾ ദാശരഥിയെ അറിയിക്കാതിരുന്നില്ല. നിത്യവും പടിഞ്ഞാറേ സമുദ്രത്തിൽ സ്നാനം ചെയ്ത് ചാടിയാൽ പൂർവ്വസാഗരത്തിലാണ് എത്തുന്നത്. അതുപോലെ തെക്കും വടക്കും സൂര്യോദയത്തിന് മുമ്പ് 4 സമുദ്രങ്ങളിലും നീരാടിക്കഴിയും. ബാലി ദുന്ദുഭിയെ വധിച്ച കഥയും സുഗ്രീവൻ പറഞ്ഞു. ദുന്ദുഭി എന്ന കൂറ്റനായ അസുരൻ കൈക്കരുത്തു തീർക്കാൻ സാഗരത്തിനോട് യുദ്ധം ആവശ്യപ്പെട്ടു. വലിയ തിരമാലകൾ ഊക്കോടെ തല്ലി തീരത്തണയുന്ന സമുദ്രം ദുന്ദുഭിയോട് പറഞ്ഞു, നിന്നോട് മൽപിടുത്തത്തിന് ഞാൻ ആളല്ല. സാക്ഷാൽ പർവ്വതരാജനെ സമീപിക്കണം. പാരാവാരമാണെങ്കിലും സമുദ്രം വെറും ഭീരു എന്നുറച്ച് ദുന്ദുഭി പർവ്വതരാജാവായ ഹിമവാനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. വലിയ പാറകൾ എടുത്തെറിഞ്ഞ് അലറുന്ന ദുന്ദുഭിയോട് ദേവതാത്മാവായ ഹിമവാൻ കിഷ്കിന്ധയിലെ ബാലിയോട് യുദ്ധം യാചിക്കാൻ ഉപദേശിച്ചയച്ചു. ഒരു വൻ പോത്തിൻ്റെ രൂപമാർന്ന് ഭൂമി കുലുക്കും മട്ടിൽ ദുന്ദുഭി ബാലിയെ പോരിന് വിളിച്ചു. അച്ഛൻ ദേവേന്ദ്രൻ നൽകിയ മാല കഴുത്തിലണിഞ്ഞ് പോരിനിറങ്ങിയ ബാലി പർവ്വതാകാരനായി നിന്ന് ദുന്ദുഭിയുടെ ശക്തി ചോർത്തിക്കളഞ്ഞ് പരാജിതനാക്കി അവൻ്റെ ശരീരം വലിച്ചെറിഞ്ഞു. 1 യോജന അകലെ മാതംഗാശ്രമ സമീപത്താണ് ആ ഉടൽ ചെന്ന് പതിച്ചത്. ആശ്രമം മലിനമാക്കിയതിന് മാതംഗമുനി ശപിച്ചു. ബാലിക്കും അനുചരന്മാർക്കും ഋഷ്യമൂകാചലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അതിനാലാണ് സുഗ്രീവൻ ഇവിടെ പാർക്കുന്നത്. ബാലിയുടെ പരാക്രമം അചിന്ത്യമാണ്. ശ്രീരാമൻ്റെ ബലവിദ്യാദികൾ സുഗ്രീവൻ കണ്ടറിഞ്ഞിട്ടുമില്ല. ശ്രീരാമന് സുഗ്രീവൻ്റെ ഉത്കണ്ഠ വ്യക്തമായി. തൻ്റെ ശക്തിയിൽ കപിശ്രേഷ്ഠന് സംശയമുണ്ട്.
സുഗ്രീവന് വിശ്വാസമുണ്ടാകാൻ സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ മല പോലെ കിടക്കുന്ന ദുന്ദുബിയുടെ അസ്ഥികൂടം കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടി 10 യോജന അകലേക്ക് വീഴ്ത്തി. സുഗ്രീവന് തൃപ്തി പോരാ. അന്ന് ബാലി വലിച്ചെറിഞ്ഞ ശരീരം ഉണങ്ങിയതായിരുന്നില്ല. മാത്രമല്ല, ബാലി യുദ്ധം ചെയ്ത് ക്ഷീണിതനുമായിരുന്നു. ഇപ്പോൾ രാമൻ ക്ഷീണിതനല്ല, ദുന്ദുബിയുടെ അസ്ഥികൾ ഉണങ്ങിയതുമാണ്. രാമൻ്റെ ബലവിദ്യാദികൾ വ്യക്തമാകാൻ ഒരു പരീക്ഷണം കൂടി സുഗ്രീവൻ അവതരിപ്പിച്ചു. ബാലിക്ക് മൽപ്പിടുത്തത്തിനായി വട്ടത്തിൽ നിർത്തിയിരിക്കുന്ന 7 സാലവൃക്ഷങ്ങളിൽ ഒന്നിനെ അമ്പയച്ചു പിളർത്തിയാൽ ശ്രീരാമൻ്റെ കൈക്കരുത്തിൽ വിശ്വസിക്കാം. രഘുവീരൻ കുട്ടിക്കളി എന്ന പോലെ ചാപം കുലച്ചു. സ്വർണ്ണപ്പിടിയുള്ള രാമബാണം സാലങ്ങളിൽ ഒന്നിനെ, പിന്നെ അടുത്തുള്ളതിനെ, അങ്ങനെ 7നെയും ഭേദിച്ച് ഋഷ്യമൂക പർവ്വത കൊടുമുടിയെ പിളർന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ത്തി രാമബാണം ഉടനെ വെളിയിൽ വന്ന് ആവനാഴിയിൽ പ്രവേശിച്ചു. അത്ഭുതകരമായ ആ കൃത്യം കണ്ടുനിന്ന സുഗ്രീവനും മന്ത്രിമാരും രാമപാദാന്തികത്തിൽ വീണു നമസ്കരിച്ചു. രാജ്യം തിരിച്ചു കിട്ടിയതായി തന്നെ ഉറപ്പിച്ചു. ബാലിവധം. രാമൻ്റെ നിർദ്ദേശത്താൽ സുഗ്രീവൻ തൻ്റെ വസ്ത്രമൊന്ന് മുറുക്കി ബാലിയുടെ സമീപത്തേക്ക് പോയി. രാമൻ ഗഹനമായ ഒരു വനത്തിൽ മറഞ്ഞു നിന്നു. ഉഗ്രമായി അലറിക്കൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കുന്ന സുഗ്രീവനെ നേരിടാൻ അതുല്യ പരാക്രമിയായ ബാലി എത്തി. തുടർന്ന് നടന്ന പോരിൽ സുഗ്രീവൻ ക്ഷീണിച്ചു തളർന്നു. തോറ്റോടിയ സുഗ്രീവൻ്റെ പിന്നാലെ ബാലി കുതിച്ചു പാഞ്ഞെങ്കിലും ഋഷ്യമൂകാചലത്തിൽ ചെന്നു വീണ സുഗ്രീവനെ പിന്നെ പിന്തുടർന്നില്ല. പരാജിതനായി തിരിച്ചെത്തിയ സുഗ്രീവൻ ശ്രീരാമലക്ഷ്മണന്മാർ മുന്നിലെത്തിയപ്പോൾ പരുഷം പറഞ്ഞു. കോദണ്ഡധാരിയായ രാമൻ തന്നെ രക്ഷിച്ച് ബാലിയെ വധിക്കും എന്ന വിശ്വാസത്തിലാണ് ബാലിയെ പോരിന് വിളിച്ചത്. നിഷ്ക്രിയനായി നിന്ന് യുദ്ധം കാണുകയായിരുന്നു രാമൻ്റെ ഉദ്ദേശം എന്നറിഞ്ഞില്ല. രാമൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അറിയിച്ചു, ബാലിയുടെയും സുഗ്രീവൻ്റെയും ആകൃതി സാമ്യം കൊണ്ട് ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എന്നറിയാനേ കഴിഞ്ഞില്ല. താൻ അമ്പയച്ചാൽ ആ നിശിത ബാണം ആരിൽ തറയ്ക്കും എന്ന് തീർച്ചയില്ല. ഒരു കാര്യം ചെയ്യണം, സുഗ്രീവനെ തിരിച്ചറിയാൻ ഒരു അടയാളം വേണം. പർവ്വത പാർശ്വത്തിൽ പൂത്തു നിൽക്കുന്ന സുമനോഹര പുഷ്പങ്ങൾ ഇറുത്ത് സൗമിത്രി ഒരു ഹാരമുണ്ടാക്കി സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിച്ചു. രാമൻ്റെ നിർദ്ദേശമനുസരിച്ച് സുഗ്രീവൻ 2ാം വട്ടം ബാലിയെ പോരിന് വിളിക്കാൻ കിഷ്കിന്ധിയിലെ അരമനയിലേക്ക് പോയി. കുലച്ച കോദണ്ഡം, അഗ്നിതുല്യമായ ബാണങ്ങൾ ഇവ കയ്യിലെടുത്ത് ലക്ഷ്മണനാൽ അനുഗതനായ സുഗ്രീവൻ്റെയും മന്ത്രിമാരുടെയും ഒപ്പം ശ്രീരാമചന്ദ്രനും കിഷ്കിന്ധയിലേക്ക് യാത്രയായി. ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരമാലകളാൽ അലറുന്ന മഹാസാഗരം പോലെ സിംഹഗർജനങ്ങൾ കൊണ്ട് ബാലിയെ 2ാമതും സുഗ്രീവൻ പോരിന് വിളിച്ചു. സുഗ്രീവൻ്റെ പോർവിളി കേട്ട ബാലി ആളിക്കത്തുന്ന അഗ്നിജ്വാല പോലെ യുദ്ധോദ്യുക്തനായി എഴുന്നേറ്റു. അപ്പോൾ ബാലിയുടെ പട്ടമഹിഷി താരേന്ദുമുഖിയായ താര ബാലിയെ തടഞ്ഞുകൊണ്ട് അർത്ഥപൂർണങ്ങളായ വാക്കുകൾ പറഞ്ഞു. യുദ്ധം ചെയ്ത് പരാജിതനായി ജീവനും കൊണ്ട് ഓടിപ്പോയ സുഗ്രീവൻ വീണ്ടും നിർഭയനായി എത്തിയത് അതിശക്തമായ സഹായം അവന് ലഭിച്ചിരിക്കുന്നതിനാലാണ്. ബാലിയുടെയും താരയുടെയും പ്രിയപുത്രൻ അംഗദൻ വനാന്തര പ്രദേശത്ത് പോയ അവസരത്തിൽ അറിയാൻ കഴിഞ്ഞ കാര്യം അവർ പറഞ്ഞു. അയോധ്യാധിപതി ദശരഥൻ്റെ തനയന്മാർ ശ്രീരാമലക്ഷ്മണന്മാർ സുഗ്രീവൻ്റെ സഹായത്തിനെത്തിയിട്ടുണ്ട്. സർവശാസ്ത്രങ്ങളും അറിയുന്ന ആ ദാശരഥികൾ കാലാഗ്നിക്ക് തുല്യം അമിത ബല പരാക്രമികളാണ്. സജ്ജന സേവിതനും അനാഥർക്ക് അവലംബവുമായ ശ്രീരാമൻ സുഗ്രീവ സുഹൃത്തായിരിക്കുന്നു. ആയതിനാൽ ഹിതകരമായ കാര്യം താര പറയുന്നത് രാജാവ് കേൾക്കണം. അനുജനുമായി സന്ധി ചെയ്ത് അയാളെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. ഏതു വിധത്തിൽ നോക്കിയാലും സുഗ്രീവനെ പോലെ ഒരു ബന്ധു വേറെയില്ല. ബലശാലിയായ സുഗ്രീവനുമായി ശത്രുത വെടിഞ്ഞ് ശ്രീരാമനോട് സഖ്യമുണ്ടാക്കണം. താരയുടെ ഉപദേശം ഹിതവും പദ്യവുമാണ് എങ്കിലും കാലപാശത്തിൽപ്പെട്ട ബാലിക്ക്
താരയുടെ ഹിതോപദേശം അംഗീകരിക്കാനായില്ല. സുന്ദരീരത്നമായ താരയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ബാലി പറഞ്ഞു, യുദ്ധത്തിനായി ശത്രു പോരിന് വിളിച്ചാൽ അടങ്ങിയിരിക്കുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ്. ശ്രീരാമനെ ചൊല്ലിയാണ് താരയുടെ ആശങ്കയെങ്കിൽ, ധർമ്മമറിയുന്നവനാണ് രാമനെങ്കിൽ ഒരിക്കലും പാപകർമ്മം ചെയ്യില്ല. താര ദുഃഖമടക്കി സഖിമാരോടൊത്ത് അന്തപുരത്തിലേക്ക് പോകണം. താരയെ സ്നേഹപൂർവ്വം പിന്തിരിപ്പിച്ച് ബാലി സുഗ്രീവനെ നേരിട്ടു. കോമ്പാന്തനായ ബാലിയുടെ പ്രഹരമേറ്റ സുഗ്രീവൻ ഉറവ പൊട്ടിയ പർവ്വതം കണക്കെ രക്തം ഛർദ്ദിച്ചു. യുദ്ധം അതിഭീകരമായപ്പോൾ സുഗ്രീവന് ക്ഷീണവും തോൽവിയും ഉണ്ടാകുന്നത് മറഞ്ഞു നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ കണ്ടു. ഉഴറുന്ന കണ്ണുകളോടെ സുഗ്രീവൻ നാലുപാടും നോക്കുന്നു. അവശനായി പിന്നോക്കം ഒഴിയുന്നു. കോദണ്ഡധാരിയായ രാമൻ സുഗ്രീവന്റെ പതനം കണ്ടു. ബാലിയെ വധിക്കാൻ ഉറച്ചു. ഉഗ്രസർപ്പം പോലെ ഒരു ബാണമെടുത്തു കുലച്ചു. ഞാണുലി കേട്ട പക്ഷി മൃഗാദികൾ പേടിച്ചൊളിച്ചു. ഇടിവെട്ടുന്ന ഒച്ചയിൽ ശ്രീരാമ ബാണം അന്തരീക്ഷത്തിൽ വെട്ടിത്തിളങ്ങി. ബാലിയുടെ വിശാല വക്ഷസ്സിൽ അത് ആഴ്ന്നിറങ്ങി. പൂത്തു നിൽക്കുന്ന അശോകമരത്തെ കൊടുങ്കാറ്റ് കടപുഴക്കി വീഴ്ത്തിയതുപോലെ രക്താഭിഷിക്തനായി ബാലി ഭൂമിയിൽ പതിച്ചു. മോഹാലസ്യപ്പെട്ട ആ ഇന്ദ്രപുത്രൻ ഇന്ദ്രധ്വജമെന്ന പോലെ ആ കിടപ്പിലും മിന്നിത്തിളങ്ങി. ദേവേന്ദ്രൻ കൊടുത്ത വജ്രമാല കഴുത്തിലുള്ളതിനാൽ ബാലിയുടെ ശരീരത്തിൽ ജീവനും ശ്രീയും തേജസ്സും ശൗര്യവും വിടാതെ നിൽക്കുകയാണ്. ആ ദേവേന്ദ്രപുത്രൻ പതുക്കെ കൺമിഴിച്ചു. ലക്ഷ്മണനോടൊത്ത് കോദണ്ഡം നിലത്തൂന്നി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട് ധർമ്മനിബദ്ധമായ പരുഷവാക്കുകളാണ് എന്നാലും ബാലി പറഞ്ഞു തുടങ്ങിയത്. ദശരഥപുത്രൻ രാമൻ സകല വിമല ഗുണനിധിയും കാരുണ്യവാനും ദൃഢവ്രതനുമാണെന്ന് പ്രസിദ്ധിയുണ്ട്. ശമം, ദമം, ക്ഷമ, ധൃതി, സത്യം, പൗരുഷം, പരാക്രമം എന്നീ ക്ഷത്രിയ ഗുണങ്ങളുടെ നിലയനമാണ്. എന്നിട്ടും നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാതെ ഒരുവനെ ഒളിയമ്പെയ്ത് വധിച്ചതുകൊണ്ട് എന്തു നേടി? രാമൻ മഹാപാപിയാണ്, ധർമ്മസ്വരൂപിയാണെന്ന നാട്യം മാത്രമേയുള്ളൂ. ബാലി അന്നോളം രാമനോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഉത്തമമായ ഇക്ഷ്വാകു വംശത്തിൽ മഹാനായ രഘുവിൻ്റെ പരമ്പരയിൽ ജനിച്ച് സർവശാസ്ത്രങ്ങളും അഭ്യസിച്ച ഒരാൾ ധർമ്മം കവചമാക്കി വെറും കടുംകൈ ചെയ്തു. ബാലിയുടെ അധീനതയിലുള്ള വാനര രാജ്യത്ത് നിന്ന് ഏത് സമ്പത്ത് മോഹിച്ചിട്ടായിരിക്കാം രാമൻ ഇപ്രകാരം പ്രവർത്തിച്ചത്? തോല് സജ്ജനങ്ങൾ ധരിക്കാറില്ല, മാംസം ഭുജിക്കാറുമില്ല. ബാലി തുടർന്നു, നേരിടുന്നതിന് നേർക്കുനേർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ യമാലയത്തിലേക്ക് പോകുന്നത് താനായിരിക്കില്ല, ഒളിയമ്പെയ്തിരിക്കുന്നു. ബാലിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരേ ഒരു ദിവസം കൊണ്ട് സീതയെ മോചിപ്പിച്ച് രാവണൻ്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി രാമൻ്റെ മുമ്പിൽ രാവണനെ ബാലി എത്തിക്കുമായിരുന്നു. രാമൻ്റെ ധർമ്മപത്നിയെ അവർ എവിടെയായാലും വീണ്ടെടുത്തു കൊണ്ടുവരുമായിരുന്നു. ശ്രീരാമനോട് അർത്ഥയുക്തവും പരുഷവുമായി വളരെയേറെ പറഞ്ഞ ബാലി വീണ്ടും മോഹാലസ്യപ്പെട്ടു. ബോധം തിരിച്ചു കിട്ടി കൺമിഴിച്ച ബാലിയോട് ശ്രീരാമൻ പറഞ്ഞു, പർവ്വത സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട പാരിടം മുഴുവനും ഇക്ഷ്വാകു വംശ രാജാക്കന്മാരുടേതാണ്. അവിടെ നിഗ്രഹാനുഗ്രഹ ശക്തി അവർക്ക് അധീനവും. കോപാകുലനായി തൻ്റെ നേർക്ക് ബാലി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത് ന്യായമല്ല. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജാക്കന്മാർ അധർമ്മകാരിയെ വിധി അനുസരിച്ച് ശിക്ഷിക്കുന്നു. കാമചാരിയായി ധർമ്മവിഹീനനായി അനുജൻ്റെ പത്നിയെ സ്വീകരിച്ച രാജാവിന് ഈ ശിക്ഷ തന്നെ വേണം. പുത്രഭാര്യയെപ്പോലെ കരുതേണ്ട സഹോദര ഭാര്യ രുമയെ ബാലി ബലാൽ സ്വാധീനിച്ചതുപോലെ ബാലിയുടെ ഭരണത്തിൻ കീഴിൽ നാട്ടിലും ഈ തെറ്റ് പ്രജകൾ അനുവർത്തിക്കും. പാപം ചെയ്തവൻ രാജാവിനാൽ ശിക്ഷിക്കപ്പെട്ടാൽ അവന് സ്വർഗം ലഭിക്കും. പാപം ചെയ്തവനെ ശിക്ഷിക്കാതിരുന്നാൽ പാപം രാജാവിനെ ബാധിക്കും. രാമൻ തുടർന്നു, വല വിരിച്ചോ പലവിധ കെണികൾ കൊണ്ടോ മൃഗങ്ങളെ പിടിക്കാറുണ്ട്. ധർമ്മജ്ഞരായ രാജർഷിമാർ വിനോദത്തിനായി വേട്ടയാടുകയും പതിവാണ്. ഇതൊക്കെ വച്ച് നോക്കിയാൽ ബാലിയെ വധിച്ചത് അധാർമികമല്ല.
ചേറിൽ പൂഴ്ന്നുപോയ ഗജേന്ദ്രനെ പോലെ അവശനായി ബാലി രാമനെ നോക്കി. കണ്ണുനീർ കണ്ഠത്തെ തടഞ്ഞു. ശബ്ദം പുറത്തേക്ക് വരാതായി. എങ്കിലും പ്രയാസപ്പെട്ട് വളരെയൊക്കെ പറഞ്ഞു. മഹാപ്രഭുവായ രാമൻ അപരാധം ചെയ്തുവെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം അറിയാതെയാണ്. താര കഴിയുന്നിടത്തോളം തന്നെ തടഞ്ഞിട്ടും ഇറങ്ങി പുറപ്പെട്ടു പോന്നത് രാമൻ്റെ തൃക്കൈകളാൽ മരണം വരിക്കാനായിരിക്കണം. തന്നെയോ താരയെയോ ബന്ധുക്കളെയോ കുറിച്ച് ബാലി വ്യസനിക്കുന്നില്ല. എന്നാൽ സ്വർണ്ണ നിറമുള്ള ഉത്തമപുത്രൻ, അതിലാളനയോടെ വളർത്തിയ തൻ്റെ അംഗദൻ താൻ ഇല്ലാതായാൽ വെള്ളം പറ്റിയ കുളം എന്ന പോലെയാകും. കാര്യങ്ങളിൽ ഇനി ശിക്ഷകൾക്ക് അധികാരി രാമനാണെന്ന് ബാലിക്ക് ബോധ്യമായി. അതിനാൽ സുഗ്രീവനിൽ തോന്നുന്ന പ്രീതി അംഗദനോടുണ്ടാകണം. കുമാരലക്ഷ്മണനെ പോലെ അംഗദനെ കരുതണം. ബാണം തറച്ച വേദനയോടെ ബാലി പറഞ്ഞു. പാഴ്വാക്കുകൾ പുറത്തു മാപ്പ് നൽകണം. ശ്രീരാമചരണങ്ങളിൽ ശിരസ്സർപ്പിച്ച് ബാലി അപേക്ഷിച്ചു. ബാലി കണ്ണുകൾ അടച്ചു കിടന്നു. സിംഹപരാക്രമിയായ വാനരേശ്വരൻ രാമബാണത്താൽ ഹതനായി എന്ന വാർത്ത കേട്ട ധർമ്മപത്നി താര ഗിരിവര ഗുഹയിൽ നിന്ന് പുത്രനോടൊപ്പം പുറത്തേക്ക് വന്നു. താരയോടൊപ്പം പുറത്തേക്ക് വന്ന അനുചരന്മാർ ശ്രീരാമനെ കണ്ട് പേടിച്ചൊളിച്ചു. താരയോടും രക്ഷപ്പെടാൻ അവർ അപേക്ഷിച്ചു. ബാലി മരിച്ചുവെങ്കിൽ താര ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നറിയിച്ച് താര ബാലിയുടെ അടുത്തെത്തി. വെറും നിലത്ത് രക്താഭിഷിക്തനായി കിടക്കുന്ന പ്രാണനാഥനെ താര കണ്ടു. കോദണ്ഡമൂന്തി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ, സമീപത്ത് വിനയാനിതരായി നിൽക്കുന്ന ലക്ഷ്മണനെയും സുഗ്രീവനെയും താര കണ്ടു. ദുഃഖാർത്തയായ താര ഒരിക്കൽ കൂടി അവരെ നോക്കിയില്ല. ചലനമറ്റു കിടക്കുന്ന ഭർത്തൃ സമീപമെത്തി ബോധരഹിതയായി വീണു. ബോധം തിരിച്ചു കിട്ടിയ താര ഉച്ചത്തിൽ വിലപിച്ചു. കരയുന്ന താരയും അംഗദനും സുഗ്രീവനെ ദുഃഖത്തിലാഴ്ത്തി.